ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോൻ്റെ ബാക്കി ഭാഗങ്ങളാണ് കേട്ടോ. അപ്പോൾ ഞാനത് ഒരുപാട് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് 2 ഭാഗങ്ങളാക്കിയിട്ട് ഇങ്ങനെ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലത്തെ ചായൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇത് മൊത്തത്തിൽ അന്ന് എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ അന്ന് സ്കൂൾക്ക് കുട്ടികൾക്ക് ചോറ്റക്ക് കൂട്ടാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മമ്പയറും മത്തനുമാണ്. അത് കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും അതൊക്കെ തൂമിക്കലിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അന്നത്തെ ദിവസം നമ്മളെ കൊച്ചുമോൻ സ്കൂളിൽ പോയിട്ടില്ല കേട്ടോ. ഓന് അന്നെന്തോ സ്കൂളിൽ എന്തോ പരിപാടി ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് സച്ചുമോൻ സ്കൂളിലേക്കുള്ള ചോറും കാര്യങ്ങളൊക്കെ റെഡിയാക്കി. ചോറ് ഞാൻ തലേ ദിവസം തന്നെ രാത്രിയിൽ റൈസ് കുക്കറിൽ തിളപ്പിച്ചിട്ട് വെക്കും. രാവിലെ വന്നിട്ട് അത് ഊറ്റി വെക്കലാണ്. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ നല്ലോണം വേവുള്ള അരിയുള്ളൂ അങ്ങനെ പറ്റുക. വേവ് കുറഞ്ഞ അരിക്കൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതൊക്കെയാണ് അവരുടെ വിശേഷങ്ങൾ. പിന്നെ യാമിക്കുട്ടിനെ സ്കൂളിൽ പറഞ്ഞേക്കാണ്. മുടിയൊക്കെ കെട്ടി കുളിപ്പിച്ച് റെഡിയാക്കി കൊടുത്തതിന് ശേഷം അവളെ പറഞ്ഞയച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ കോഴിക്കളെ പുറത്ത് വിടാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങൽ കേട്ടോ. മറ്റേത് പിന്നെ അവരുടെ അടുത്ത് കുറച്ച് സമയം നിൽക്കണം. ഇപ്പോൾ രാവിലെ അവർ സ്കൂളിൽ മദ്രസയിലൊക്കെ പോകണം. ആ ഒരു സമയത്ത് ഭയങ്കര തിരക്ക് പിടിച്ച സമയമാകുമല്ലോ. അപ്പോൾ നമുക്ക് അതിനൊന്നും ഒരു ടൈം ഉണ്ടാവില്ല. അപ്പോൾ വിചാരിച്ചിട്ട് അവർക്ക് പോയി സമാധാനമായിട്ടാണ് കോഴിക്കളെ വിടലും കാര്യങ്ങളൊക്കെ കഴിക്കൽ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അകത്ത് വന്ന് അതൊക്കെ നടിച്ച് വരി തുടച്ചിടുകയാണ്. ചോറും കൂട്ടാനൊക്കെ രാവിലെ തന്നെ നേരത്തെ ആയിട്ടുണ്ട്. രാവിലെ തന്നെ നമ്മൾ അന്നത്തെ ദിവസം ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയും അതുപോലെ പിന്നെ സാമ്പാറൊക്കെ ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ അന്ന് കറിയായിട്ടും സാമ്പാറിനുണ്ട്. പിന്നെ കുറച്ച് ചിക്കൻ കറി ഉണ്ടാക്കാനൊക്കെ ഉണ്ട്. അത് ഞാൻ പിന്നെ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം കുളിയൊക്കെ കഴിഞ്ഞ് ഒക്കെ റെഡിയായി വന്നതിന് ശേഷമാണ് ചിക്കൻ കറി ഉണ്ടാക്കിയത് കേട്ടോ. മറ്റേ നമ്മൾ അടുക്കളയിലെ പണികൾ ഒരുങ്ങിയിട്ട് കുളിക്കാൻ നിൽക്കുകയാണെങ്കിൽ ഒരുപാട് സമയമാവും. ചില ദിവസങ്ങളിൽ ഇങ്ങനെ ചെയ്യാറുണ്ടോ. ചില ദിവസങ്ങളിലെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് കുളിക്കുക. അപ്പോൾ നമ്മൾ പിന്നെ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവുകയാണ്. കൊച്ചു ദിവസം സ്കൂളിൽ പോകാത്തതുകൊണ്ട് അവനും എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിക്കിടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ഒരിക്കലും മറക്കരുത് കേട്ടോ. നമ്മൾ വല്ലപ്പോഴൊക്കെയാണ് വീഡിയോ ഇടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ ചാനലിന് വലിയ റീച്ചൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ പരമാവധി സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് വീഡിയോ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസം നമ്മളെ യാമിക്കുട്ടീൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ അവളെന്നും പറയും ബർത്ത്ഡേക്ക് ഒരു കേക്ക് ഉണ്ടാക്കണം, കേക്ക് വാങ്ങണം എന്നൊക്കെ. അപ്പോൾ നമുക്ക് വാങ്ങിക്കാൻ വിചാരിച്ചിട്ട് തലേ ദിവസം തന്നെ അതിൻ്റെ സ്പോഞ്ചും അതുപോലെ ക്രീമൊക്കെ ബീറ്റ് ചെയ്ത് റെഡിയാക്കാൻ വിചാരിച്ചിട്ടോ. ക്രീം ഞാൻ രാവിലെ തന്നെ ബീറ്റ് ചെയ്താണ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഭക്ഷണം കഴിക്കാൻ ആ സമയത്ത് അടുപ്പിൽ വെച്ചെടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് 1/2-3 മണിക്കൂറിനുള്ളിൽ അത് കേക്ക് റെഡി ആവുമല്ലോ. അത് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ ഭക്ഷണം ചിക്കൻ കറി അവിടെ വേവിക്കാൻ വേണ്ടി അടുപ്പത്ത് വെച്ചതിന് ശേഷമാണ് ഞാനിവിടെ കേക്ക് പരിപാടി ചെയ്യണത് കേട്ടോ. അപ്പോൾ പിന്നെ അവളെ 6ാമത്തെ ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേ പരിപാടികളായിട്ടൊന്നും നമ്മളിതുവരെ ഒന്നും ആഘോഷിക്കാനൊന്നുമില്ല. വല്ലപ്പോഴും കേക്ക് ഉണ്ടാക്കി കൊടുക്കണം പറയുമ്പോൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കും. കേക്ക് വാങ്ങി മുറിച്ച് കട്ട് ചെയ്ത് കണ്ടില്ല പരിപാടികളൊന്നും നമ്മൾ ഇന്നുവരെ ചെയ്തിട്ടില്ല കേട്ടോ. കേക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ ഒന്ന് വാങ്ങി കഴിക്കാമെന്നല്ലാതെ നമ്മൾ ബർത്ത്ഡേ പരിപാടി പാർട്ടി അങ്ങനൊരു കേക്ക് വാങ്ങി ആഘോഷിക്കുന്ന ആളുകളും പരിപാടികളൊന്നും നമുക്കില്ല. അപ്പോൾ ഞാനിതാ മുട്ടയും ഇതൊക്കെ വെച്ചിട്ട് കേക്കിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ പറയണില്ല. കാരണം ഈ ഒരു യൂട്യൂബ് വീഡിയോ കാണുന്ന ആളുകൾക്ക് കേക്ക് ഉണ്ടാക്കാൻ അറിയാത്തവരാരും ഉണ്ടാവില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് ഒരു കേക്കിൻ്റെ ടിന്നിലൊക്കെ റെഡിയാക്കി ചെമ്പിലൊക്കെ വെച്ച് കൊടുക്കുകയാണ്. ചെമ്പിൽ വെച്ചിട്ടാണ് ഇന്നത്തെ കേക്ക്. പിറ്റേ ദിവസമാണ് നമ്മളത് അതിൻ്റെ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. കേക്ക് കട്ട് ചെയ്യണം കാര്യങ്ങളൊന്നും അത് വലിയ ആഘോഷമൊന്നുമില്ല. സാധാരണ ഒരു ദിവസം പോലെ എന്നിട്ട് കേക്ക് മുറിച്ച് തിന്നു അത്ര തന്നെ ഉള്ളൂ. പിന്നെ ഞാനും കൊച്ചും ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ കൊച്ചുവിന് ഇതൊന്നും ഇഷ്ടമല്ല കേട്ടോ. സാമ്പാർ ഉപ്പേരി അങ്ങനത്തെ സാധനത്തിനോടൊന്നും അത്ര വലിയ താല്പര്യമില്ല. ഓന് ചിക്കൻ കറിയോ ബീഫ് കറിയോ മീൻ കറി അങ്ങനെയുള്ള സംഗതികളൊക്കെ ആണെങ്കിൽ നല്ലോണം കഴിക്കും. ചില പച്ചക്കറികളും കഴിക്കും, എല്ലാതൊന്നും കഴിക്കില്ല. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് സാമ്പാറും ഉപ്പേരിയും അതുപോലെ ചിക്കൻ കറിയൊക്കെ ഞാൻ വിളമ്പാണ്. ഓന് വെറും ചിക്കൻ കറി വിളമ്പണം കേട്ടോ. എനിക്കാണെങ്കിൽ നല്ല ഇഷ്ടമാണ്. ഒരുപാട് കൂട്ടുകാരുണ്ടായി അങ്ങനെ ചോറ് തിന്നുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് തൈരോ ചമ്മന്തിയോ അങ്ങനെയൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടമാണ്. പക്ഷേ നമ്മൾ തന്നെ ഉണ്ടാക്കണ്ടേ. അപ്പോൾ ചില സമയത്ത് മടിച്ചിട്ടൊന്നും ഉണ്ടാക്കില്ല. ചില സമയത്ത് അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. അപ്പോൾ ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞങ്ങൾ ഇനി ഭക്ഷണം കഴിക്കട്ടെ. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഓക്കെ, അസ്സലാമു അലൈക്കും.